ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്കിത് ഏത് നേരവും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതെന്താണെന്നുള്ളത്. റാഗി വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് തലേദിവസം ഒന്നും അരച്ചു വെക്കേണ്ട ആവശ്യമില്ല. അരച്ച് കുറച്ച് നേരത്തിന് ശേഷം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റാഗി പൗഡറാണ്. അപ്പോൾ ഒരു വലിയ കപ്പ് നിറയെ റാഗി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള റാഗി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. എത്രത്തോളം അപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്നോ അതിനനുസരിച്ച് ഈ പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ വളരെ മധുരം കുറച്ചാണ് ചേർക്കുന്നത്. കറി കൂട്ടി കഴിക്കാനായിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരത്തോടെയാണ് കഴിക്കേണ്ടതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് മധുരത്തോടു കൂടി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാണ്. വളരെ കുറച്ച് ഈസ്റ്റ് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂണിലും താഴെയാണ് ഞാനിതിലേക്ക് ഇപ്പം ഈസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാരണം ഈസ്റ്റ് നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്തത്. നമ്മൾ പിന്നീട് ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അരിപ്പൊടിയുടെ ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. നമ്മുടെ ഈ അപ്പം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിൻ്റെ ആ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടില്ല. 2 പിടി തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാ വെള്ളമാണ് കേട്ടോ. ഇത് 1 തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 or 3 തേങ്ങയുടെ വെള്ളം കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ഈ തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈസ്റ്റ് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ബാക്കി നമ്മുടെ സാധാരണ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ പച്ചപ്പൊടിയൊന്നും ഇരിക്കാതെ എല്ലാം നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. സാധാരണ വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. സാധാരണ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പൊടി ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലേഡ് കറങ്ങാതെയൊക്കെ വരും. അങ്ങനെ ആ ജാറ് കേടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പത്തിനായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തരികളൊന്നും കാണാൻ പാടില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് റെഡിയാക്കിയേക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. തവി കൊണ്ടൊക്കെ ആണെങ്കിൽ ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ 2ആയിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിത് എത്രത്തോളം യോജിപ്പിച്ചെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് തലേദിവസം ഒന്നും റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ അരച്ച് എടുത്തിട്ട് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ചെറിയൊരു തണുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് 1 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് നോക്കാം എന്താവുമെന്നുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. 1 മണിക്കൂർ മാത്രമേ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ തലേ ദിവസം നമ്മൾ അരച്ചു വെക്കും, പിറ്റേന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ അപ്പത്തിന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ.
ഇനിയിപ്പോൾ ഇത് ഒരുപാടൊന്നും ഇളക്കി ചേർക്കരുത്, കാരണം ഇത് നമ്മൾ ഒരുപാട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പതയൊക്കെ അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ചെറിയ രീതിയിലൊന്ന് ഇളക്കി അത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാം. അപ്പച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കുറച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് എണ്ണ തടകാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ തുണിയാണ് കേട്ടോ. അതൊരു ചെറിയ കിഴി പോലെ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. എണ്ണയുടെ ഒരു ചെറിയ മയം മാത്രം മതി, ഇതിലേക്ക് എണ്ണ തങ്ങി നിൽക്കരുത് കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ അപ്പച്ചട്ടി ചൂടാവുമ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ബബിൾസ് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണം നല്ലതുപോലെ വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം കുറച്ച് ബബിൾസ് ഇതുപോലെ വന്ന ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡോ ഒക്കെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പം ഞാനൊന്നും തുറന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ബബിൾസ് വീണ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തുറന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞു വരികയും ആ ഉള്ളിലുള്ള ആവി വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി അപ്പമാണ് നമ്മളത് റെഡിയാക്കി വയ്ക്കുന്നത്. നല്ലതുപോലെ തന്നെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് ചട്ടുകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് നല്ല നെറ്റ് പോലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. റാഗിയുടെ കുറേ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് നമ്മളിവിടെ റെഡിയാക്കി വെക്കുന്നത്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലും അതുപോലെ നമ്മൾ തലേ ദിവസമൊക്കെ അരി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ റാഗിപ്പൊടി ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണിത്. ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടില്ലേ, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതാണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.